മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അബ്ദുള്ള ബാസുലി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സുഡാപ്പി ലേറ്റസ്റ്റ് ആയിട്ട് എക്സിറ്റ് പോൾ റിസൾട്ട് ഒക്കെ പൊക്കിപ്പിടിച്ച് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു. ഞാനതൊക്കെ വ്യക്തമായിട്ട് വായിച്ചു കേൾപ്പിക്കാം. അതിൽ വ്യക്തമായിട്ട് ഈ സുഡാപ്പി വിളിച്ചു പറയുന്നത് നായർ സമുദായം വർഗീയവാദത്തിലേക്ക്, നായർ സമുദായം വർഗീയതയിലേക്ക് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പച്ചക്ക് എന്തേ ഇതിനെതിരെ ഇവിടെ ആർക്കും ഒരക്ഷരവും മിണ്ടണ്ടേ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു. കുറച്ചു മുമ്പേ അല്ലേ PC ജോർജ് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അത് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതേപോലെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോ ഈ PC ജോർജിനെതിരെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് PC ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് തന്നെ പറയാം. 24 മണിക്കൂർ മാധ്യമങ്ങളിൽ അത് തന്നെയായിരുന്നു വാർത്ത. പോലീസ് ജീപ്പ് PC ജോർജിന്റെ വീട്ടിലേക്ക് എത്തുന്നു, ഭാര്യയുടെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ പോലീസ് ജീപ്പ് തലങ്ങും വിലങ്ങും PC ജോർജിനെയുമായിട്ട് ഓടുന്നു. ഹോസ്പിറ്റല്, ജയില്, പോലീസ് സ്റ്റേഷന്, അങ്ങനെ 24 മണിക്കൂറും ദിവസങ്ങളും ആഴ്ചകളും ആ വിഷയം ഇവിടെ ചർച്ച ചെയ്തില്ലേ. ആ പറയുന്ന PC ജോർജ് പറഞ്ഞതിനേക്കാൾ ഒരു പടി മുമ്പിൽ നിന്നുകൊണ്ട്, ഒരു പടി കയറിക്കൊണ്ടാണ് ഈ അബ്ദുള്ള ബാസുലി ലേറ്റസ്റ്റ് ആയിട്ട് പച്ചക്ക് വിളിച്ചു പറയുന്നത് നായർ സമുദായം വർഗീയതയിലേക്ക്. ഒരു സമുദായത്തെ അല്ലേ പച്ചക്ക് വർഗീയവാദികളെന്ന് ഈ അബ്ദുള്ള ബാസുലി വിളിച്ചു പറഞ്ഞത്. എന്താണ് ഈ അബ്ദുള്ള ബാസുലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്ന് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കേണ്ട ഒരു വിഷയമാണ് നായർ വോട്ടുകൾ. നായർ വോട്ടുകൾ BJPക്ക് കൂട്ടത്തോടെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ അത് ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അതായത് എക്സിറ്റ് പോളില് നായർ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നുള്ള വിഷയം വലിയ ഗൗരവത്തിലെടുത്തതാണ്. അതേപോലെ മുസ്ലിം വോട്ട് എങ്ങോട്ടേക്ക് പോയി എന്നതിനെ കുറിച്ചോ മറ്റു മതങ്ങളുടെ വോട്ടൊക്കെ എങ്ങോട്ടേക്ക് പോയി എന്നതോ കൂട്ടത്തോടെ പോയതോ ഒന്നും ഒരു പ്രശ്നമില്ല. നായർ വോട്ട് എക്സിറ്റ് പോളിന്റെ റിസൾട്ട് അത് ചർച്ച ചെയ്യണം. എന്താണ് വിളിച്ചു പറഞ്ഞത്? തുടർന്ന് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കും. നായർ സമുദായം തീവ്ര ചിന്താഗതിയിലേക്കും വർഗീയതയിലേക്കും പോകാതിരിക്കാൻ ഇടത് വലത് മുന്നണികൾ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. അനുപാതത്തിലേറെ പ്രാതിനിധ്യവും സീറ്റുകളും നൽകി ഇരു മുന്നണികളും അവരെ കൂടെ നിർത്താൻ ശ്രമിച്ചു. കേരളത്തിലെ നായന്മാരെ തീവ്ര മത രാഷ്ട്രീയത്തിലേക്ക് വിടാതെ സംരക്ഷിച്ചു എന്നതാണ് UDFന്റെ ഏറ്റവും വലിയ സംഭാവന. എന്നാൽ ഇത്രയേറെ പ്രാതിനിധ്യം നൽകിയിട്ടും നായർ വോട്ടുകൾ വർഗീയതയിലേക്ക് വഴുതി മാറുന്നുവെങ്കിൽ അത് പ്രാതിനിധ്യത്തിന്റെയോ പരിഗണനയുടെയോ പ്രശ്നമല്ല, ബഹുസ്വരത ഉൾക്കൊള്ളാത്തതിന്റെ പ്രശ്നമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് പറയുന്നു, നായർ സമുദായത്തിന്റെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് നായർ സമുദായം വർഗീയതയിലേക്ക് എന്ന് വിളിച്ചു പറഞ്ഞത് സകല ആളുകളും ചിന്തിക്കേണ്ട വിഷയം. ഈ നെറികെട്ടവൻ പച്ചക്ക് വിളിച്ചു പറയാ നായർ സമുദായം പച്ച വർഗീയതയിലേക്ക് പച്ചക്ക് വിളിച്ചു പറയാ. ഇത് നമ്മുടെ മാധ്യമങ്ങൾ ഇത് കാണുന്നില്ലേ? PC ജോർജിന്റെ പിന്നാലെ പോയതുപോലെ അതിനേക്കാൾ ഒരു പടി മുമ്പിൽ നിന്നുകൊണ്ട് ഈ അബ്ദുള്ള ബാസുലി ഈ പറയുന്നവൻ ഈ സുഡാപ്പി വിളിച്ചു പറഞ്ഞതിനെതിരെ ഒരു പ്രശ്നമില്ല. ഇതൊരു സമുദായം, നമ്മുടെ കേരളത്തിലെ വളരെ പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തെ അല്ലേ വർഗീയവാദികൾ എന്ന് പച്ചക്ക് വിളിച്ചത്? ഇതിവിടെ ആർക്കും ഒരു ചർച്ച ചെയ്യേണ്ടത്? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം, ഒരു മതത്തിന്റെ, മുസ്ലിം മതത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി UDFനൊപ്പം നിലകൊള്ളുന്നത് കൊണ്ട് മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് വരുന്നു, വലിയ രീതിയിൽ മുസ്ലിം വോട്ടുകൾ UDFിലേക്കാണ് എത്തിയത് എന്നും എക്സിറ്റ് പോളുകളുണ്ട്. കൃത്യമായിട്ട് മുസ്ലിം വോട്ട് ഏറ്റവും കൂടുതൽ വന്നത് UDFിലേക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഐക്യത്തോടു കൂടി മതപാർട്ടി ഉണ്ടായത് കൊണ്ടാണ് എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒരക്ഷരം ഇവരൊന്നും പറയാല്ല. മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി മുന്നണിക്കൊപ്പം ഉണ്ടായത് കൊണ്ട് ഒരു മതത്തിന്റെ മൊത്തമായിട്ട് ആ മതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വോട്ട് ഈ മുന്നണിയിലേക്ക് UDFിലേക്ക് പോയത് ബഹുസ്വരത, അത് വലിയ മതേതരത്വം. അതെങ്ങനെയാണ് അത് ശരിയാവുക? ഒരു മതത്തിന്റെ വോട്ട് ഒരു സ്ഥലത്തേക്ക് കൂടുന്നത് വലിയ മതേതരത്വം, വലിയ ബഹുസ്വരതയ്ക്ക്.
അതേസമയം നായർ സമുദായത്തിന്റെ വോട്ട് BJP-യിലേക്ക് എക്സിറ്റ് പോൾ കണ്ടപ്പോൾ അത് വർഗീയത. അത് നമ്മുടെ കേരളത്തിലെ ഒരു മതേതരത്വത്തിന്റെ ഒരു ശൈലി സകല മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് പോസ്റ്റിന്റെ കുറച്ച് ഭാഗം കൂടി നേർന്ന് വായിച്ചേൽപ്പിക്കും. എന്താണ് ബഹുസ്വരത എന്നും എന്തുകൊണ്ട് ജാതീയത പ്രശ്നമാണ് എന്നുമുള്ള കൃത്യമായ ബോധവൽക്കരണവും വിദ്യാഭ്യാസവും നൽകാൻ പൊതുസമൂഹം തയ്യാറാവണോ? പൊതുസമൂഹത്തോട് ക്ലാസ് എടുക്കാനാണല്ലോ പറഞ്ഞത്. സ്വന്തമായിട്ട് ക്ലാസ് എടുത്തിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ. സുഡാപ്പികൾ ക്ലാസ് എടുത്ത് പല സ്ഥലത്തും പല പൊട്ടിത്തെറികളും നമ്മളൊക്കെ കേൾക്കതാ. ഇവരൊക്കെ ഒന്നാന്തരം ഒരു സുഡാപ്പിയാണ് കേട്ടോ, ഒരു തർക്കമില്ലാത്ത വിഷയം. ഈ ജാതീയത വിഷയമൊക്കെ ഇവരെ പോലെയുള്ള ആളുകളെ കേരളത്തിൽ നിരന്തരം പൊക്കിപ്പിടിക്കുന്നത്. എന്തിനാ? ജാതീയത എന്നും ചർച്ച ചെയ്താലല്ലേ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു ഐക്യമില്ലാത്ത രീതിയിൽ മുന്നോട്ടു. ഇതൊക്കെ നമ്മൾ പച്ചക്ക് പറയുന്നേ ഉള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. ഇവരെ പോലെയുള്ള സുഡാപ്പികൾക്ക് വലിയ രീതിയിൽ ജാതീയത എന്നോ പ്രശ്നമാക്കിയിട്ട് ചർച്ച ആക്കണം, എന്നിട്ട് ഒരു ഐക്യം ഉണ്ടാവരുത്. ഇതൊക്കെയാണ് ഇവന്റെയൊക്കെ ലക്ഷ്യം. എന്നിട്ട് ക്ലാസ് എടുക്കണം. അപ്പോ ഒരു മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയത് പച്ചവർഗീയതയാണ്. അതെന്തുകൊണ്ടാണ് വിളിച്ചു പറയാൻ സാധിക്കാത്തത്? ഒരു മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരു മതത്തിന്റെ പേരിൽ വ്യക്തമാണ്, ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയതിനോട് വിയോജിപ്പുള്ള ഒരുപാട് വിശ്വാസികൾ കേരളത്തിലുണ്ട്. ശക്തമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി രൂപീകരിക്കാം, മുസ്ലിം ലീഗ്. ആ പാർട്ടി UDF-നൊപ്പം നിന്ന് എക്സിറ്റ് പോളുകളിൽ മുസ്ലിം വോട്ടുകൾ അങ്ങോട്ടേക്ക് കൂടുതൽ പോയി എന്ന് പറഞ്ഞതിന് ഭയങ്കര മതേതരത്വം ഈ സുഡാപ്പിക്ക്, ഭയങ്കര ഐക്യം, അതിന് കൈയടിക്കാൻ ബഹുസ്വരത. പക്ഷെ നായർ സമുദായം ഈ BJP എങ്ങനെയാ വർഗീയവാദി, വർഗീയ പാർട്ടി എന്നൊക്കെ ഈ സുഡാപ്പി വിളിച്ചു പറയാ? ഭാരതീയ ജനതാ പാർട്ടി എന്നതിന്റെ എവിടെയാണ് മതത്തിന്റെ പേരുള്ളത്? ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ എല്ലാ മതത്തിലുള്ള എല്ലാ ആളുകളും ഉണ്ട്. ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട നിരവധി ആളുകളുണ്ട്. അപ്പോ ഈ BJP എങ്ങനെ വർഗീയ പാർട്ടി? സുഡാപ്പികൾ പറയുന്ന ഈ സുഡാപ്പിയെ പോലെ അബ്ദുള്ള ബാസിറിനെ പോലെയുള്ള ആളുകൾക്ക് കേരളത്തിൽ BJP വരുന്നത് വലിയ ഭയ. കാരണം എന്താ? ഇവിടെയാണിപ്പോ കേരളത്തിലാണിപ്പോ ഒരു വളക്കൂറുള്ള മണ്ണാക്കി ഇവനൊക്കെ ഇങ്ങനെ ഒഴുതും അറിയിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നത്. BJP കേരളത്തിലെങ്ങാനും അധികാരത്തിലെത്തിയാൽ ഇവരൊക്കെ കണ്ടവഴി ഓടേണ്ടി വരും. ഇവന്റെ കോപ്പിലെ ക്ലാസ്സുമായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കണോല്ലേ? ഇപ്പൊ സകല മലയാളികളും തിരിച്ചറിയാം, BJP കേരളത്തിൽ വരുന്നതിൽ ഭയക്കുന്നത് ഈ സുഡാപ്പിയെ പോലുള്ള ആളുകൾ. സുഡാപ്പികളും ജിഹാദികളും പത്തി മടക്കി മാളത്തിന്റെ ഉള്ളിൽ കുത്തിരിക്കേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ അത് വരാതിരിക്കാൻ ജാതിക്കാട് പൊക്കും, വർഗീയ കാട് പൊക്കും, അകല കാടും പൊക്കി ഇവന്മാരൊക്കെ 24 മണിക്കൂർ രംഗത്ത്. ഇതൊക്കെ ബോധവും വിവേകവുമുള്ള മലയാളികൾ തിരിച്ചറിയണോ? നായർ സമുദായത്തിന്റെ വോട്ടുകൾ നായർ സമുദായത്തെ വർഗീയവാദികൾ എന്ന് പച്ചക്കാണ് ഈ സുഡാപ്പി വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ എടുത്ത് ഉള്ളിലടയ്ക്കണം. നമ്മുടെ നാടിനെയാണ് ഇവരൊക്കെ ഭിന്നിപ്പിക്കുന്നത്. ഇതൊക്കെ സകല മലയാളികൾ തിരിച്ചറിയും. ഈ സുഡാപ്പിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.